വചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ തിരുവചനമാക്കി തീർക്കണേ എന്നെയും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതിയ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മലങ്കര കത്തോലിക്ക സഭ ഒരുക്കുന്ന വചന വിചിന്തനത്തിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിലൂടെയൊക്കെ നമ്മൾ കണ്ട വിശുദ്ധ വായന ഭാഗങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. കാരണം നമ്മൾ പ്രവാചകന്മാരുടെ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു ആമുഖമായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ നടത്തിയത്. ഇന്ന് പ്രവാചകനായ ആമോസിനെ കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഈ വീഡിയോ വഴിയായിട്ട് നിങ്ങൾക്ക് നൽകുക. ആമോസിന്റെ പുസ്തകത്തെ എന്തിനാണ് ആദ്യമേ പ്രതിപാദിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, സൂപ്പർസ്ക്രിപ്ഷൻ എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും എന്ന് ഓർക്കുകയാണ്. സൂപ്പർസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രവാചകന്മാരുടെ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ കൊടുത്തിരിക്കുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങളെയാണ് സൂപ്പർസ്ക്രിപ്ഷൻ എന്ന് പറയുക. ഉദാഹരണം പറഞ്ഞ ആമോസിന്റെ പുസ്തകത്തിൽ യൂദാ രാജാവായ ഉസിയായുടെയും ഇസ്രായേൽ രാജാവും യോവാഷിന്റെ പുത്രനുമായ ജെറോബോവാമിന്റെയും കാലത്ത് ഭൂകമ്പത്തിന് 2 വർഷം മുമ്പ് ഇസ്രായേലിനെ കുറിച്ചുണ്ടായ അരുളപ്പാട്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. ഇത് മാത്രമല്ല, മറ്റെല്ലാ പുസ്തകങ്ങളും ആരംഭിക്കുന്നത് ഇതോടുകൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിനൊരു ചരിത്ര യാഥാർത്ഥ്യമുണ്ട്, ചരിത്ര കാലഘട്ടമുണ്ട്. ആ ചരിത്ര കാലഘട്ടത്തെക്കുറിച്ചും കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാഗം ആരംഭിക്കുന്നത് ഉസിയ എന്ന് പറയുന്ന രാജാവിൻ്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവത്തെക്കുറിച്ചാണ് ആമോസിന്റെ പുസ്തകത്തിൽ പറയുന്നതെങ്കിൽ, അതിന് തൊട്ടു മുമ്പുള്ള അല്ലെങ്കിൽ നമുക്ക് കാണുന്ന നമ്മുടെ ഹോസിയയുടെ പുസ്തകത്തിൽ രാജാക്കന്മാർ പലരാണ്. ഉസിയ, അദ്ദേഹത്തിന് ശേഷം കടന്നു വന്നിരിക്കുന്ന ജോഥാം, അദ്ദേഹത്തിന് ശേഷം കടന്നു വന്നിരിക്കുന്ന ആഹാസ്, അദ്ദേഹത്തിന് ശേഷം കടന്നു വന്നിരിക്കുന്ന ഹെസക്കിയ ഉണ്ടോ. അപ്പോൾ ടൈം സ്പാന് മുന്നോട്ട് പോവുകയാണ് ഹോസിയയുടെ പുസ്തകത്തിൽ. എന്നാൽ ആമോസിന്റെ പുസ്തകത്തിലാകട്ടെ ഉസിയ എന്ന് പറയുന്ന രാജാവിൽ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ആമോസിന്റെ പുസ്തകം രചിക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിനാണ് പ്രാധാന്യം, അല്ലെങ്കിൽ ആദ്യത്തെ പുസ്തകം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. പലരും അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊന്നും നൽകുന്നില്ല എങ്കിൽ തന്നെയും ഞാൻ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് ആമോസിന്റെ പുസ്തകമാണ് ചരിത്ര പ്രാധാന്യത്തിൽ, ചരിത്രങ്ങളുടെ നിലയിൽ ആദ്യമായിട്ട് കടന്നു വരാനുള്ള പുസ്തകം. ഈ പുസ്തകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇദ്ദേഹം ആരാണ്, ആമോസ് ആരാണ്? തെക്കോവായിലെ ആട്ടിടയന്മാരിൽ ഒരുവനായ ആമോസിന്റെ വാക്കുകൾ. തെക്കോവ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? അത് ജൂദ ദേശത്താണ്. ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജെറുസലേമിൽ നിന്ന് ബെത്ലഹേമിലേക്കുള്ള യാത്രയിൽ ആ വഴിയിൽ ദേറഹ് ഹെബ്രോൺ എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റിന് ശേഷം, അതായത് ദേറഹ് ഹെബ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വപിതാക്കന്മാർ ഹെബ്രോണിലേക്ക് പോകാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വഴി എന്നാണ് അർത്ഥം. ആ റൂട്ടിൽ നേരെ പോയി കഴിഞ്ഞാൽ, താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ബെത്ലഹേമിൻ്റെയൊക്കെ വേറൊരു ഭാഗമായ ബെത്സഹൂറിലേക്ക് കയറുന്നതിന് മുമ്പായി കാണപ്പെടുന്ന ഒരു പ്രദേശമാണ്. അല്ലെങ്കിൽ അവിടെ ഒരു ബോർഡുണ്ട്, തെക്കോവ എന്ന് പറയുന്ന ബോർഡ്. നേരെ ബെത്സഹൂറിലേക്ക് തിരിയുന്ന സമയത്ത് അത് തിരിയാതെ നേരെ പോകുമ്പോൾ കാണുന്ന സ്ഥലമാണ് തെക്കോവ.
ഇപ്പോഴും ആ സ്ഥലം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് ഉണ്ട് എന്ന കാര്യമാണ് വളരെയധികം പ്രത്യേകതയുള്ളത്. അപ്പോൾ ഈ തെക്കോവ എന്ന് പറയുന്ന ജൂദ ദേശത്ത് ഉള്ള ഒരു സ്ഥലം, ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ സ്ഥലത്തുള്ള ആമോസ് എന്ന് പറയുന്ന വ്യക്തി ഇസ്രായേൽ എന്ന് പറയുന്ന ദേശത്ത് ഉണ്ടായിരുന്ന ആളുകളോട്, അതായത് നോർത്തേൺ ദേശത്തുണ്ടായിരുന്ന ആളുകളോട് സംസാരിക്കുന്ന വചനഭാഗമാണ് ആമോസിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുക. ഈ ആമോസിന്റെ പുസ്തകത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, സീറോ എഫ്രമൈറ്റ് ക്രൈസിസ് എന്ന് പറയുന്ന ആ വലിയ സംഭവം ആരംഭിക്കുന്നത് ഉസിയ എന്ന് പറയുന്ന രാജാവിന്റെ കാലഘട്ടത്തോടു കൂടിയാണ്. ജെറോബോവാമിന്റെ കാലഘട്ടത്തിൽ ഇസ്രായേലിനെ ജൂദാദേശത്തിന്റെ സ്ഥാനം വികസിപ്പിച്ചെടുക്കുകയും അതിനുശേഷം ഇദ്ദേഹത്തിന് ശേഷം ഉസിയായ്ക്ക് ശേഷം കടന്നു വന്നിരുന്ന രാജാക്കന്മാര് ആ സ്ഥലം വീണ്ടും അത് എൻക്രോച്ച് ചെയ്യുകയും അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന അസ്വസ്ഥതകൾ സിറിയയും ഇസ്രായേലും തമ്മിൽ ഒരു കോഅലീഷൻ ഉണ്ടാക്കി ജൂദാദേശത്തെ നശിപ്പിക്കുകയും ചെയ്യുന്ന സംഭവമാണ് ഈ സീറോ എഫ്രമൈറ്റ് ക്രൈസിസ് എന്ന് പറയുന്ന സംഭവത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുക. അതിന്റെ പരിണിത ഫലം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, ഇസ്രായേൽ അസീറിയക്കാരുടെ കൈകളിൽ അകപ്പെട്ടുകയും അതുവഴിയായി ഇസ്രായേലിന്റെ സമൂലമായിട്ടുള്ള നാശമാണ് ഈ സംഭവത്തിന് കാരണമായിട്ട് തീർന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തെ മുൻപിൽ നിർത്തിക്കൊണ്ട് ജൂദാ ദേശക്കാരനായ ആമോസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഈ ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്ന വാക്കുകളാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ പുസ്തകത്തിന്റെ ചുരുളുകളിലൂടെ കാണുന്നത്. ഏകദേശം 9 അധ്യായങ്ങളിലാണ് ഈ പുസ്തകം ക്രമീകരിക്കപ്പെട്ടിരിക്കുക. 9 മനോഹരമായിട്ടുള്ള അധ്യായങ്ങൾ. ആ 9 അധ്യായങ്ങളിലൂടെയും ഒരൊറ്റ തീമാണ് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുക. ഇസ്രായേലിന് സമൂലമായിട്ടുള്ള നാശം സംഭവിക്കാൻ പോകുന്നു. ഇസ്രായേലിന്റെ പാപം എന്താണെന്ന് കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇസ്രായേൽ ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോയി. രണ്ടാമത്തെ പാപമാണ്. ഇങ്ങനെ പോയതുകൊണ്ട്, ബഹുദൈവങ്ങളുടെ പിന്നാലെ പോയതുകൊണ്ട് അവന്റെ ധാർമ്മികത നശിച്ചു. അതുവഴിയായി അധാർമികമായിട്ടുള്ള അനീതിപരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് അവന്റെ ജീവിതം വഴിമാറിപ്പോയി. അതിൽ നിന്നുള്ള തിരിച്ചുവരവ് ആവശ്യപ്പെടുകയാണ് പ്രവാചകനായ ആമോസ് ചെയ്യുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഏകദൈവത്വമായ യഹോവയെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോവുകയും അതുവഴിയായി ഇസ്രായേലിന്റെ മതജീവിതത്തിലും ധാർമ്മിക ജീവിതത്തിലും അപജയങ്ങൾ സംഭവിക്കുകയും സാമൂഹ്യ നീതിയും സാമൂഹ്യമായിട്ടുള്ള മാനങ്ങളുമൊക്കെ ഇസ്രായേലിൽ നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ കർത്താവിന്റെ ജനത്തോട് തിരിച്ചു വന്ന് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി തിരിച്ചു വരിക എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഈ ആമോസ് എന്ന് പറയുന്ന പ്രവാചകൻ. ഈ ഒരു സംഭവത്തെ, ഈ ദൈവശാസ്ത്ര സംഭവത്തെ നമ്മുടെ മുമ്പിലെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ. ഓർത്തുകൊള്ളണം, ഇവിടെ നമ്മൾ ചരിത്രം കാണുന്നില്ല. ആമോസിന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന ചരിത്രത്തിന്റെ രേഖപ്പെടുത്തിയിരിക്കുന്ന വ്യക്തികൾക്ക് ശേഷം ഒരു ചരിത്രവും നമ്മൾ കാണുന്നില്ല. മറിച്ച് ചരിത്രത്തിന്റെ അവലോകനമാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനം വഴിപിഴച്ചു പോയത്, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന് അസീറിയ രാജാക്കന്മാര് നാമാവശേഷമാക്കിയത് എന്ന് മനോഹരമായ ഭാഷയിൽ ദൈവശാസ്ത്രപരമായിട്ട് വിശദീകരിക്കുന്ന ഭാഗമാണ് ആമോസിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുക. ഇതിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വലിയൊരു ആശയത്തെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ് ആമോസിന്റെ പുസ്തകത്തിൽ. 1ഉം 2ഉം അധ്യായങ്ങള് ഒരു ഭാഗമായിട്ട്, 1-ാമത്തെ ഭാഗമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു. 3 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ 2-ാമത്തെ ഭാഗമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു. 7 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ
മൂന്നാമത്തെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകന്മാരുടെ പുസ്തകം എന്ന് പറയുന്നത് ഒരു മെത്തഡോളജിയാണ്. അതായത് ഇസ്രായേലിന്റെ ജനജീവിതത്തെ, ദൈവശാസ്ത്ര വീക്ഷണത്തെ അവതരിപ്പിക്കുന്ന ഒരു മെത്തഡോളജി. അപ്പോൾ ഈ 3 ഭാഗങ്ങളായിട്ട് അവതരിപ്പിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് ഇത് 3 ഭാഗങ്ങളാണെന്ന് പറയാനുള്ളതിൻ്റെ കാരണമെന്നതുകൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒറ്റയൊരു തീമേ ഉള്ളൂ. ആ തീം ഇതാണ്: ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ ഇസ്രായേൽ പോയി. അതുവഴിയായി അധാർമികത ഇസ്രായേലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അനീതിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇസ്രായേൽ വലിച്ചിഴക്കപ്പെട്ടു. ഇതെല്ലാം ഇതാണ് പ്രധാനപ്പെട്ട തീം. ഈ തീമിനെ അപഗ്രഥിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ പുസ്തകം അവതരിപ്പിച്ചിരിക്കുന്നത്. ഓറക്കിൾസ് ഓഫ് ഡൂം. ഭയങ്കരമായിട്ടുള്ളൊരു സംഗതിയാണ്. ജനതകൾക്ക് ദൈവമായ കർത്താവ് അതിശക്തമായ ഭാഷയിൽ നാശത്തിന്റെ വചനഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഓറക്കിൾസ് ഓഫ് ഡൂം. ആ ഓറക്കിൾസ് ഓഫ് ഡൂമിനെ ആധാരമാക്കിയിരിക്കുന്ന ചില ചരിത്ര സംഭവങ്ങളാണ്, അല്ലെങ്കിൽ ചില ചരിത്ര രേഖകളിലൂടെ കടന്നു വന്നിരിക്കുന്ന ചില സ്ഥലങ്ങളാണ്. ഒന്നാമത്തെ സ്ഥലം ഡമാസ്കസ്, രണ്ടാമത്തെ സ്ഥലം ഗാസ, മൂന്നാമത്തെ സ്ഥലം ടയർ, നാലാമത്തെ സ്ഥലം ഏദോം, പിന്നെ മോവാബ്, പിന്നെ കടന്നു വരുന്നത് ജൂദ, പിന്നീട് ഇസ്രായേൽ. ഇങ്ങനെ 6 പ്രധാനപ്പെട്ട വ്യക്തികളിലൂടെ കടന്നു വരുന്ന ഒരു ഓറക്കിൾസ് ഓഫ് ഡൂം എന്ന് പറയുന്ന ഭാഗമാണ് ഒന്നാമത്തെ പുസ്തകമായിട്ട് അവതരിപ്പിക്കപ്പെടുക. ഈ ഓരോ പുസ്തകത്തിന്റെ, അതുപോലെ രണ്ടാമത്തെ പുസ്തകം എന്ന് പറയുന്നത് എക്സോർട്ടേഷൻ ആണ്, ഉപദേശങ്ങളാണ്. അത് 3 മുതലുള്ള അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉപദേശങ്ങളുടെ രീതിയിൽ പ്രവാചകൻ ഒരു കാര്യത്തെ അവതരിപ്പിക്കുകയാണ്. ഏത് കാര്യത്തെയാണ്? ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോയതിനെയും അതുവഴിയായിട്ട് സോഷ്യൽ ഇൻജസ്റ്റിസ് ഇസ്രായേലിൽ നടമാടിയതിനെ കുറിച്ചുമുള്ള സംഭവങ്ങളാണ് രണ്ടാമത്തെ ഭാഗത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് എക്സോർട്ടേഷൻ, ഉപദേശങ്ങളുടെ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അത് 3 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ സമാപനത്തിലാണ് 7 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ. അത് അതിൻ്റെ പുസ്തകത്തിലേക്ക് കയറുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് വിഷൻസ് ആണ്, ദർശനങ്ങൾ കാണാൻ സാധിക്കും. ഈ ദർശനങ്ങളിലൂടെ ഈ പുസ്തകത്തിന്റെ കണ്ടന്റ് അവതരിപ്പിക്കുകയാണ്. ഇസ്രായേലിന് ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും, ഇസ്രായേൽ നാശത്തിന്റെ വക്കിലേക്ക് പോയിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകുകയാണ് പ്രവാചകൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇനി ഈ 3 പുസ്തകങ്ങളുടെയും പ്രത്യേകത? എന്തുകൊണ്ടാണ് ഈ 3 പുസ്തകങ്ങളായിട്ട് ആമോസിന്റെ പുസ്തകത്തെ അവതരിപ്പിച്ചിരിക്കുക? ഈ പുസ്തകത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഈ പുസ്തകത്തിന്റെ ഘടന നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളരെയധികം സന്തോഷത്തോടുകൂടി അതിന്റെ ഘടന നിർവഹിച്ച വ്യക്തിയാണ്. ഇതിൻ്റെ അകത്ത് 3 പുസ്തകങ്ങൾക്കും 3 തിരിച്ച് 3 പുസ്തകങ്ങളാക്കി എടുത്തതിന് ശേഷം പിൽക്കാലങ്ങളിൽ ആമോസിന്റെ പുസ്തകം ഇത് ഒന്നിച്ചു ചേർത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട വചനഭാഗമായിരിക്കാം എന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട നിഗമനം എന്ന് പറയുക. കാരണമുണ്ട്. 3 പുസ്തകങ്ങളാകാനുള്ള കാരണം ശ്രദ്ധിച്ചുകൊള്ളുക. 3 പുസ്തകങ്ങളുടെയും ആരംഭത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളില് ഒരു പ്രത്യേക നിധി മറഞ്ഞു കിടപ്പുണ്ട്. അതിപ്രകാരമാണ്: ആരാണ് പ്രവാചകൻ? പ്രവാചകന്റെ ദൗത്യം എന്താണ്? ഇവിടെ നമ്മൾ കാണുന്നു, ഒന്നാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, അവൻ പറഞ്ഞു, സിയോനിൽ നിന്ന് കർത്താവ് ഗർജിക്കുന്നു, ജെറുസലേമിൽ നിന്ന് അവിടുന്ന് അരുളി ചെയ്യുന്നു, ഇടയന്മാരുടെ മേച്ചിസ്ഥലങ്ങൾ വിലപിക്കുന്നു, കാർമൽ മലയുടെ മുകൾപ്പരപ്പ് കരിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഗർജിക്കുകയാണ്. ആ ഗർജനത്തിന്റെ ഭാഗമായിട്ട് തീരുകയാണ് പ്രവാചകനായ ആമോസ് ഈ പുസ്തകത്തിന്റെ ഭാഗത്തിലൂടെ. ദൈവം ഗർജിക്കുന്നു. എവിടെ നിന്നാണ്? സിയോനിൽ നിന്ന് ഗർജിക്കുന്നു. അങ്ങനെ ഗർജിക്കുന്ന ദൈവത്തിനോടൊപ്പം അതിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് പ്രധാനമായിട്ടും
പ്രവാചകനായ ആമോസ് ചെയ്തത്. അപ്പോൾ ആമോസിന്റെ അതോറിറ്റിയാണ് ഇവിടെ നമ്മൾ കാണുക. അതോറിറ്റി, ആമോസിന്റെ അതോറിറ്റി, അധികാരത്തെ അവിടെ അവതരിപ്പിക്കുക. ആരാണ് ആമോസ്? രണ്ടാമതായിട്ട് കാണുന്നത് 3-ാമത്തെ അധ്യായത്തിലാണ്. എന്താണ് 3-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്? ഒരു കോസ് ആൻഡ് എഫക്റ്റ് തിയറി. ഒരു കാരണവുമുണ്ട്, അതിന്റെ എഫക്റ്റുമുണ്ട്. എങ്ങനെയാണ്? കേട്ടോളം. 3-ാമത്തെ വാക്യം തുടങ്ങുകയാണ്. ആലോചിച്ചുറയ്ക്കാതെ രണ്ടുപേർ ഒരുമിച്ച് യാത്ര ചെയ്യുമോ? ഇരയെ കാണാതെ വനത്തിൽ സിംഹം ഗർജിക്കുമോ? എന്തിനെയെങ്കിലും പിടിയിലൊതുക്കാതെ സിംഹക്കുട്ടി ഗുഹയിൽ നിന്ന് അലറുമോ? കെണിയൊരുക്കാതെ പക്ഷി കെണിയിൽപ്പെടുമോ? ഒന്നും കുടുങ്ങാതെ കെണി വീഴുമോ? ഇതെല്ലാം പറഞ്ഞതിന് ശേഷം സിംഹം ഗർജിച്ചു, ആരാണ് ഭയപ്പെടാതിരിക്കുക? ദൈവമായ കർത്താവ് സംസാരിച്ചു, ആർക്ക് പ്രവചിക്കാതിരിക്കാൻ സാധിക്കും? നോക്കിക്കേ, ആമോസിന്റെ എന്ന് പറയുന്ന പ്രവാചകന്റെ ദൗത്യം പ്രവചനമാണ്. കാരണം ദൈവമാണ് സംസാരിച്ചത്. എന്തെങ്കിലും കാരണമില്ലാതെ ഒരിക്കലും കർത്താവ് സംസാരിക്കത്തില്ല. ആ കാരണം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് പ്രവാചകനായ ആമോസ്. ആമോസിന്റെ 2-ാമത്തെ അതോറിറ്റിയെ കുറിച്ചാണ് ഇവിടെ പറയുക. ആരാണ് ആമോസ്? ആരാണ് ഞാൻ? പ്രവാചകനായ ഞാൻ ആരാണ് എന്നതിനെ കുറിച്ചുള്ള സൂചന പറയുകയാണ്. ദൈവം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രവചിക്കുന്നത്. 3-ാമത്തെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കിനും 7-ാമത്തെ അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്, ബഥേലിലെ പുരോഹിതനായ അമസ്യ ഇസ്രായേൽ രാജാവായ ജെറോബോവാമിന്റെ അടുത്ത് ആളയച്ചു പറഞ്ഞു, ആമോസ് നിനക്കെതിരെ ഇസ്രായേൽ ഭവനത്തിന്റെ മധ്യേ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു. അപ്പോൾ ജെറോബോവാം അമാസ്യയോട് പറയുകയാണ്, നീ പോയി ആരാണ് ഈ ആമോസ്? അവനോട് ഇവിടെ പ്രവചിക്കരുത്, തെക്കോവായി നീ നിന്റെ ദേശത്ത് പോയി പ്രവചിക്കാൻ പറഞ്ഞ് അവനെ പറഞ്ഞു വിടുക. ഉടനെ അമസ്യ ഈ ആമോസുമായിട്ട് സംസാരിക്കുകയും അവനെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയും ചെയ്യുമ്പോൾ ആമോസ് പറയുന്നതിന്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. 14-ാമത്തെ വാക്യത്തിൽ അതിപ്രകാരമാണ്. ആമോസ് മറുപടി പറഞ്ഞു, ഞാനൊരു പ്രവാചകനല്ല, പ്രവാചക പുത്രനുമല്ല, ഞാൻ ആട്ടിടയനാണ്. സിക്കമൂർ മരം വെട്ടിയൊരുക്കുകയായിരുന്നു എന്റെ ജോലി. ആടുമേയിച്ച് നടന്ന് എന്നെ വിളിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ജനമായ ഇസ്രായേലിൽ ചെന്ന് പ്രവചിക്കുക, അതിനാൽ ഇപ്പോൾ കർത്താവിന്റെ വാക്ക് കേൾക്കുവിൻ. അപ്പൊ നോക്കി, ആരാണ് പ്രവാചകൻ? 3 ഭാഗങ്ങളിലും പ്രവാചകൻ ആരാണ് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തി കൊടുക്കുക. ആരാണ് പ്രവാചകൻ എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തി കൊടുക്കുക. പ്രവാചകന്റെ പ്രത്യേകത എന്താണെന്ന്. ഒരു സിക്കമൂർ മരത്തിന് വെട്ടിയൊരുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ പ്രവാചകനോ പ്രവാചകന്റെ ജോലി ചെയ്യുന്നവനോ ഒന്നുമല്ല. അതിനാൽ കർത്താവ് പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചു, ഞാനത് ചെയ്യുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രവാചക ദൗത്യം ആരംഭിക്കുകയാണ്. ഈ 3 പ്രവാചകന്റെ അതോറിറ്റിയിലും അധികാരത്തിന്റെ മധ്യത്തിലാണ് 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ അടങ്ങിയിരിക്കുന്നത്. 1 ഓറക്കിൾസ് ഓഫ് ഡൂം, 2 എക്സോർട്ടേഷൻ, 3 വിഷൻസ്. ഒന്നാമത് കാണുന്നത് നാശത്തെക്കുറിച്ചുള്ള ഇസ്രായേൽ ജനതയ്ക്കെതിരെയും അതുപോലെ തന്നെ ജൂദാദേശത്തിനെതിരെയും മറ്റ് രാജ്യങ്ങൾക്കെതിരെയുമുള്ള ഒരു വിധി, ഒരു കൽപ്പിക്കുന്ന ഭാഗം. 2-മതായി ഉപദേശങ്ങൾ, 3-മതായി ദർശനങ്ങൾ. അതുകൊണ്ടാണ് ഈ ആമോസിന്റെ പുസ്തകത്തെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത്. ആമോസിന്റെ പുസ്തകത്തില് നമ്മൾ നോക്കുമ്പോൾ ധാരാളമായിട്ടുള്ള ചിന്തകൾ, പ്രത്യേകിച്ച് ഇസ്രായേലിന് വേണ്ടിയിട്ടുള്ള ചിന്തകളാണെങ്കിൽ തന്നെയും, ഇസ്രായേലിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള ചിന്തകളാണെങ്കിൽ തന്നെയും 9-ാമത്തെ അധ്യായത്തിന്റെ സമാപനത്തിൽ 11-ാമത്തെ വാക്യത്തിൽ വളരെ മനോഹരമായിട്ടൊരു ദൃശ്യം കാണുന്നത് ഇപ്രകാരമാണ്. ഇതാ തിരുവചനം ഇപ്രകാരം, അന്ന് ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും, കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയ കാലത്തെന്ന പോലെ പണിതീർത്തും. അപ്പോൾ ഏദോമിൽ അവശേഷിക്കുന്നവരെയും എന്റെ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ജനതകളെയും അവർ കൈവശമാക്കും. ഇത് ചെയ്യുന്ന കർത്താവാണ് അരുളി ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഇസ്രായേൽ ജനത്തിന് ഒരു പുതിയ പ്രതീക്ഷ കൊടുക്കുകയാണ്. ഇസ്രായേൽ വഴിപിഴച്ച് ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ വഴിപിഴച്ചു പോയി എങ്കിൽ തന്നെയും അവർക്ക് തിരിച്ചു വന്ന് ഏകദൈവത്തെ ആരാധിക്കാനും ദാവീദിന്റെ തകർന്നുപോയ കൂടാരത്തെ പുനരുദ്ധരിക്കാനും അവകാശമുണ്ട്. അതുപോലെ തന്നെ അവർക്ക് സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകന്മാരുടെ പുസ്തകം നമ്മൾ ഒരിക്കലും ഇത് നാശത്തിന്റെ പുസ്തകമല്ല, അത് നാശത്തിന്റെ പുസ്തകം, നാശം മാത്രം പറയുന്ന പുസ്തകമായിട്ട് മാറ്റിവെക്കാതെ ഇതിനുള്ളിൽ ഇസ്രായേൽ ജനതയുടെ തിരിച്ചുവരവ് അതിശക്തമായ രീതിയിൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കാതോർക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യുന്ന പ്രവാചകന്റെ പുസ്തകമാണ് നമ്മൾ ഈ ആമോസിന്റെ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ നമ്മൾ കാണുക. അതുകൊണ്ട് അപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആമോസിന്റെ പുസ്തകത്തെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ഭാഗം ഓറക്കിൾസ് ഓഫ് ഡൂം. അത് പറയാനുള്ളതിന്റെ കാരണം ഇതാണ്: ദൈവമാണ് ഈ പ്രവാചകനായ ആമോസിന് അധികാരം നൽകിയിരിക്കുന്നത്. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ അധികാരമാണ് ഞാൻ എൻ്റെ പ്രവചനത്തിലൂടെ പ്രവചിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന 3-ാമത്തെ അധ്യായത്തിലൂടെ ഒരു ഉപദേശത്തിന്റെ രീതിയിൽ ഇസ്രായേൽ ജനതയെ ഉദ്ബോധിപ്പിക്കുകയാണ് പ്രവാചകൻ ചെയ്യുന്നത്. 3-ാമത്തെ ഭാഗം ഞാൻ ഒരു പ്രവാചകനല്ല, ഒരു പ്രവാചകന്റെ പുത്രനുമല്ല, ഒരു പാരമ്പര്യവും എനിക്കില്ല, സിക്കമൂർ മരം വെട്ടിയൊരുക്കുന്നവനാണ് ഞാൻ. എന്നെ കർത്താവ് വിളിച്ചു, എന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞു, അതിനാൽ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ഈ ഒരു ദൈവിക വചനത്തെ അവതരിപ്പിക്കുന്നതിനാണ്. അതിലൂടെ ദർശനങ്ങളിലൂടെ ഒരു പ്രവാചക ദൗത്യം അവതരിപ്പിക്കുകയാണ്. അപ്പൊ 3 മെത്തഡോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുക. 1-ാമത്തെ ഭാഗത്തേക്ക് നമുക്ക് വരാം. എന്താണ് ഈ പുസ്തകത്തിന്റെ അർത്ഥമായിട്ട് നിൽക്കുക? ഒന്നാമതായിട്ട് 2-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഭൂകമ്പത്തെക്കുറിച്ചുള്ള ഭാഗം നമ്മൾ ഏറ്റവും അവസാനം നിങ്ങളോട് പറയുന്നതായിരിക്കും. എന്താണ് ഭൂകമ്പം, ഭൂകമ്പം എവിടെ വെച്ച് നടന്നു എന്നതിനെക്കുറിച്ചൊക്കെയുള്ള സൂചനകൾ നമുക്ക് ഏറ്റവും അവസാനം നിങ്ങളെ സൂചിപ്പിക്കുന്നതായിരിക്കും. 2-ാമത്തെ വാക്യത്തിലേക്ക് പറയുമ്പോൾ നമുക്ക് ആ പാടൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഭാഗമാണ്. അവൻ പറഞ്ഞു, സിയോനിൽ നിന്ന് കർത്താവ് ഗർജിക്കുന്നു, ജെറുസലേമിൽ നിന്ന് അവിടുന്ന് അരുളി ചെയ്യുന്നു. എന്താണ് സിയോനും ജെറുസലേമും തമ്മിലുള്ള ബന്ധം? നേരത്തെ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു. ഇസ്രായേൽ എന്ന് പറയുന്ന ദേശത്തെ സമരിയ എന്നും എഫ്രായിം എന്നുമൊക്കെ വിശേഷിപ്പിക്കാനുള്ള കാരണം എന്താണ്? ഇസ്രായേലിന്റെ തലസ്ഥാനമായിരുന്നു സമറിയ. ഇസ്രായേലിന്റെ തലസ്ഥാനത്തിൽ താമസിച്ചിരുന്ന ഗോത്രങ്ങളായിരുന്നു എഫ്രായിം. അതുകൊണ്ടാണ് ഇസ്രായേലിനെ ദ്യോതിപ്പിക്കുമ്പോൾ എഫ്രായിം എന്നും സമരിയായും എന്നുമൊക്കെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ജൂദാദേശത്തെ ഉദ്ബോധിപ്പിക്കുമ്പോൾ ജൂദ എന്നും ജെറുസലേം എന്നും, അല്ലെങ്കിൽ സിയോൻ എന്നും ജെറുസലേം എന്നും ഒക്കെ ജൂദാദേശത്തെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം സിയോനും ജെറുസലേമും ഒന്നാണ്. അവിടെ ആ സിഹിയോൻ മലയിലാണ് ജെറുസലേം എന്ന് പറയുന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ജെബുസേരുടെ നാടായ ജെറുസലേം എന്ന് പറയുന്ന പട്ടണം സെഹിയോൻ മലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള സൂചനകളെല്ലാം തന്നെ പ്രവാചക ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ നിന്നുകൊണ്ട് പ്രവാചകൻ സംസാരിക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രവാചകൻ ആരോടാണ് സംസാരിക്കുന്നത്? ഇസ്രായേലിനോടാണ് സംസാരിക്കുന്നത്. എന്തിനാണ് ഇസ്രായേലിനോട് ജൂദാദേശത്ത് നിന്നുകൊണ്ട് സംസാരിക്കുക, ജെറുസലേമിൽ നിന്നുകൊണ്ട് സംസാരിക്കുക? കാരണം പ്രവാചകന്റെ അതോറിറ്റി മുഴുവനും ജെറുസലേമിലാണ് നിൽക്കുക. അവൻ അവിടുന്ന് സംസാരിക്കുക, ഇവിടെ നിന്നുകൊണ്ട് സംസാരിക്കുക, ജെറുസലേമിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു, സെഹിയോനിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു. കർത്താവിന്റെ വചനങ്ങളും കർത്താവിന്റെ നിയമങ്ങളും കടന്നു വരുന്നത് സെഹിയോനിലാണെന്ന് യേശയ്യായുടെ പുസ്തകം 2-ാം അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ സെഹിയോനിൽ നിന്നുകൊണ്ട് ദൈവമായ കർത്താവ് എൻ്റെ വചനങ്ങളെ പ്രവാചകനായ ആമോസ് ഇസ്രായേലിലെ ജനത്തോട് പറയുന്നതിന്റെ കാരണമാണ് 9-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലേക്ക് കയറുമ്പോൾ കാണുന്നത്. അതായത് പറയുന്നു, ഇതാ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ തകർന്നുപോയ ദാവീദിന്റെ കൂടാരം കർത്താവ് അന്നാളുകളിൽ പണിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ മനുഷ്യരും ജെറുസലേമിലേക്ക്, ഇസ്രായേലിൽ തകർന്നുപോയ ജനം മുഴുവനും
ജെറൂസലേമിലേക്ക് തിരികെ വന്ന് നഷ്ടപ്പെട്ടു പോയ ദാവീദിന്റെ ഗോത്രത്തെ ഉയർത്തിയെടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഈ യൂണിവേഴ്സൽ സാൽവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. 12 ഗോത്രങ്ങളെയും ഇസ്രായേലിലേക്ക് ഒന്നിച്ചു കൊണ്ടുവന്ന് വാഗ്ദാന ദേശത്തേക്ക് കൊണ്ടുവന്ന് കർത്താവിൻ്റെ മലയായ ജെറൂസലേമിൽ ഒന്നിച്ച് സമ്മേളിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ 12 ഗോത്രങ്ങളുടെ ഒരു പൂർണ്ണത കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ ഇത് അവതരിപ്പിക്കുന്നതിലൂടെ ഈ പ്രവാചകന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇസ്രായേലിനെ നഷ്ടപ്പെട്ടു പോയ എല്ലാ ഇസ്രായേൽ ജനതയും തിരികെ വാഗ്ദാന ദേശത്തേക്ക് കർത്താവിൻ്റെ ആലയത്തിലേക്ക് കടന്നു വന്ന് കർത്താവിൻ്റെ വചനങ്ങളെ ശ്രവിക്കാൻ ഇടയുള്ളവരായിട്ട് മാറണം എന്നതിനെക്കുറിച്ചുള്ള സൂചനകളാണ് പ്രധാനമായിട്ടും നമുക്ക് ഒന്നാമത്തെ വചനഭാഗത്തിലൂടെ കാണുക. ഇനി തുടർന്ന് വരുന്നതാണ് ഓറക്കിൾസ് ഓഫ് ഡൂം എന്ന് പറയുന്ന തിരുവചന ഭാഗങ്ങൾ. അവിടെ പറയുന്ന 1-2 കാര്യങ്ങൾ പ്രത്യേകിച്ച് ഓർക്കുക. ഒന്നാമത്തെ സ്ഥലമാണ് ദമേശക് അല്ലെങ്കിൽ ദമാസ്കസ്. രണ്ടാമത്തെ സ്ഥലമാണ് ഗാസ. ഹെബ്രായ ഭാഷയിൽ അത്സ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുക, എന്നാൽ ഗാസ എന്നാണ് നമ്മൾ പറയുന്നത്. അത്സ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്, അങ്ങനെ സംസാരിക്കുന്നത്. മൂന്നാമത്തെ ഭാഗമാണ് സോറ്, ടയർ അല്ലെങ്കിൽ സോറ്. നാലാമത്തേതാണ് ഏദോമ്. അഞ്ചാമത്തെയാണ് അമ്മോന്. ആറാമത്തെയാണ് മോവാബ്. ഏഴാമത്തെയാണ് ജൂദ. എട്ടാമത്തെയാണ് ഇസ്രായേൽ. ഇങ്ങനെ 8 പ്രധാനപ്പെട്ട ദേശങ്ങളെയാണ് പ്രധാനമായിട്ടും ഇവിടെ സൂചിപ്പിക്കുക. ആരാണ് ഇവരെന്നൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. ദമാസ്കസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ദാവീദ് രാജാവിൻ്റെ ഈ സിറിയയെയും ദമാസ്കസിനെയും ഒക്കെ നശിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിന്റെ സമാപനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. 21-ാമത്തെ അധ്യായത്തിലൊക്കെ സിറിയയെ നശിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ബെൻ ഹദാദ് തുടങ്ങിയ രാജാക്കന്മാരെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. ഹദ്സായേൽ എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് പ്രതിപാദിച്ചു. ഇങ്ങനെയുള്ള രാജവംശങ്ങളിലൂടെയൊക്കെയാണ് ഈ ദമാസ്കസ് അറിയപ്പെടുന്നത്. ദമാസ്കസ് സിറിയ എന്ന് പറയുന്ന പ്രദേശമാണ് ദമാസ്കസ്. ആ സിറിയയും ഇസ്രായേലും ഒന്നിച്ചു ചേർന്ന കോഅലീഷന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ ദമാസ്കസ് എന്ന് പറയുന്ന ഈ ദേശത്തിന് നടന്ന സംഭവങ്ങളെ ആസ്പദമാക്കി ഇസ്രായേൽ ജനത്തിന് ദമാസ്കസിലുണ്ടായ അപജയങ്ങളെ മുൻപിൽ നിർത്തിക്കൊണ്ട് ആ ദമാസ്കസിന് ശാപം വർഷിക്കുകയാണ് ഈ തിരുവചനങ്ങളിലൂടെ കാണുക. ഈ 8 ദേശക്കാരെ കുറിച്ച് പറയുമ്പോഴും ഒരു പ്രത്യേക ശൈലിയിലൂടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു ശൈലിയുണ്ട്. ദമാസ്കസ് ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തിൽ തുടങ്ങുകയാണ്. ആവർത്തിച്ച് ചെയ്ത തെറ്റുകൾ. എന്നിട്ട് പറയുകയാണ്, അവൻ ഗിലെയാദിനെ ഇരുമ്പുമെതി കൊണ്ട് വധിച്ചു. അതുകൊണ്ട് അവൻ ചെയ്ത തെറ്റിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ആ തെറ്റിന് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ് പറയുന്നത്. അതിനാൽ ഞാൻ ഇസ്രായേലിന്റെ ഭവനത്തിന്മേൽ അഗ്നി അയക്കും. കണ്ടോ, ബെൻ ഹദാദിന്റെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങും. ദമാസ്കസിന്റെ ഓടാമ്പൽ ഞാൻ ഒടിക്കും. ആവൻ താഴ്വരയിൽ നിന്ന് അതിന്റെ നിവാസികളെ ഞാൻ വിച്ഛേദിക്കും. ബഥേദിനിൽ നിന്ന് ചെങ്കോല് എന്തുന്നവനെയും സിറിയാക്കാർ കീറിലേക്ക് പ്രവാസികളായിട്ട് പോകും. കർത്താവ് അരുളി ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് തുടർന്ന് വരുന്ന ഓരോ ഭാഗങ്ങളും നമ്മൾ കാണുക. ഗാസയെ കുറിച്ച് പറയുമ്പോഴും എന്താണ് ഗാസ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫിലിസ്ത്യരുടെ സിറ്റിയാണ് ഗാസ. ഇപ്പോൾ കാണുന്ന ഗാസ പോലെയല്ല പഴയ ഗാസ എന്ന് പറയുന്നത്. ഫിലിസ്ത്യരുടെ സിറ്റിയാണ്. ഫിലിസ്ത്യര് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഈജിപ്തിന്റെ ബോർഡറായിട്ടാണ് ഗാസ സ്ഥിതി ചെയ്യുന്നത്. മെഡിറ്ററേനിയൻ കടലിന്റെ സൈഡിലാണ് ഗാസ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മെഡിറ്ററേനിയൻ കടലിന്റെ മക്കളാണ് യഥാർത്ഥത്തിൽ ഫിലിസ്ത്യര്. അതുകൊണ്ട് ഫിലിസ്ത്യർക്ക് പ്രത്യേകിച്ച് ആ കടലിൽ നിന്ന് ഈ പ്രദേശങ്ങളിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ്
ഫിലിസ്ത്യരുടെ ദേശമായ ഗാസ, അഷ്കലോൺ, അഷ്ദോദ്, എക്രോൺ, ഗാദ് തുടങ്ങിയ പ്രദേശങ്ങൾ ഫിലിസ്ത്യരുടെ പട്ടണമായിട്ട് പിൽക്കാലങ്ങളിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഈ പ്രദേശത്താണ് ദാൻ വംശക്കാർ ആരംഭത്തിൽ താമസിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ദേശം വിഭജിച്ചപ്പോൾ ദാൻ വംശക്കാർക്ക് കൊടുത്തിരുന്ന സ്ഥലം ഈ സദേൺ ഭാഗത്ത്, ഇസ്രായേലിന്റെ സദേൺ ഭാഗത്ത് ഈജിപ്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് ഉള്ള ഒരു പ്രദേശമായിരുന്നു ഈ ദാൻ വംശക്കാർ. പിന്നീടാണ് ദാൻ വംശക്കാര് ന്യായാധിപന്മാരുടെ പുസ്തകം 17-18 അധ്യായങ്ങളിൽ നടന്ന സംഭവത്തെ ബേസ് ചെയ്തുകൊണ്ട് ദാൻ വംശക്കാര് അങ്ങ് നോർത്തേൺ പ്രദേശത്തിന്റെ അങ്ങേ അറ്റത്ത് പോയി അഷേർ എന്ന് പറയുന്ന ദേശക്കാരുടെ തൊട്ടടുത്ത് പോയി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറിയക്കാരുടെ അതിർത്തിയിൽ പോയി താമസമാക്കേണ്ടി വന്നത്. അപ്പോൾ ഗാസ എന്ന് പറയുന്ന ആ പ്രദേശത്തെക്കുറിച്ചും ഇവിടെ സൂചനകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ നാളുകളിലൊക്കെ ഗാസായ്ക്ക് ഉണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ചൊക്കെ വിശുദ്ധ ഗ്രന്ഥകാരൻ പറഞ്ഞിരിക്കുന്ന ഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള പ്രചരണങ്ങൾ ഉണ്ടായി എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇതേ കാര്യം തന്നെ വീണ്ടും നമ്മുടെ സക്കറിയായുടെ പുസ്തകത്തിന് 9-ാമത്തെ അധ്യായത്തിലും ഗാസയ്ക്ക് കടന്നു വരാൻ പോകുന്ന വലിയ അതിക്രമങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്തു തന്നെയായാലും വീണ്ടും ഇതേ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. കർത്താവ് ഗാസ ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. കാരണം ഏദോമിന് വിട്ടുകൊടുക്കാൻ വേണ്ടി ഒരു ജനത്തെ മുഴുവൻ തടവുകാരായി കൊണ്ടുപോയി. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഏറ്റവും അവസാനം അവർക്കുണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഭാഗത്ത് ഗാസ മാത്രമല്ല 5 ഫിലിസ്ത്യൻ സിറ്റികളെ കുറിച്ച് കൂടി സൂചനകളുണ്ടെന്ന കാര്യം കൂടി പ്രത്യേകം ഓർക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ പോകുന്നത്. അതായത് ഇത് ഒരാൾ എഴുതിയിരിക്കുന്ന ഭാഗമാണ്, കാരണം ഒറ്റൊരാളുടെ കോമ്പോസിഷനാണ്. അതുകൊണ്ടാണ് ഈ പല കോമ്പോസിഷനുകളിലും പല സ്ഥലങ്ങളെക്കുറിച്ചുള്ള പ്രതിപാദനത്തിലുമൊക്കെ ഒരേ രീതിയിലും ഒരേ ഭാവത്തിലുമുള്ള സ്ട്രക്ചർ കടന്നു വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പലരല്ല എഴുതിയിരിക്കുന്നത്, ഒറ്റ ഒരാളാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആ എഴുത്ത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പരിശ്രമിക്കുന്നത്. പിൽക്കാലങ്ങളിൽ കൂട്ടിച്ചേർത്തതാണെന്ന് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും, പക്ഷെ ഇത് ഒരാളാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇങ്ങനെ പല ഏദോമിനെ കുറിച്ച്, ഗാസയെ കുറിച്ച്, ടയറിനെ കുറിച്ച്, ഏദോമിനെ കുറിച്ച്, അമ്മോനെ കുറിച്ച്, മോവാബിനെ കുറിച്ച്, ജൂദായെ കുറിച്ച്, ഇസ്രായേലിനെ കുറിച്ച്, ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ കുറിച്ചാണ്. എന്താണ് ഇങ്ങനെ പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം? നമ്മുടെ ഓരോ ഭാഗങ്ങളും വ്യക്തമായിട്ട് എടുത്ത് മുന്നോട്ട് പോകുന്നില്ല, കാരണം നമുക്ക് എപ്പിസോഡുകൾ പെട്ടെന്ന് തീർക്കേണ്ടതുള്ളതുകൊണ്ട് നമ്മളെല്ലാം എടുത്ത് മുന്നോട്ട് പോകുന്നില്ല. എങ്കിലും ഇതിന് പിന്നിലുള്ള ദൈവശാസ്ത്രം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇത് മറ്റൊന്നുമല്ല, ഇതിന് പിന്നിലുള്ള ദൈവശാസ്ത്രമായിട്ട് നിൽക്കുക, ഇവരെല്ലാവരും തന്നെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോയവരാണ്. ദമാസ്കസ് അസീറിയക്കാരുടെ കീഴിൽ അകപ്പെട്ടവരാണ്. അത് ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോയ വ്യക്തികളാണ്. സിറിയയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. സിറിയ ദേശക്കാര് ആഹാബ് എന്ന് പറയുന്ന രാജാവിനെ വധിച്ചതിനെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തില് ഓരോ ഇസ്രായേൽ ജനം ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോവുകയും അധാർമികതയിലൂടെ ഈ ജനം കടന്നു പോവുകയും ചെയ്ത സാഹചര്യങ്ങളിലൊക്കെ ദൈവമായ കർത്താവ് ഇവർക്ക് ശിക്ഷ കൊടുക്കുകയാണ്, ശിക്ഷണം നൽകുകയാണ്. എന്തിനാണ്? ഇവർ തിരികെ വാഗ്ദാന ദേശത്തേക്ക് തിരിച്ചു വരാൻ. തുടർന്ന് വരുന്ന പ്രവാചക ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ഏദോം ഇസ്രായേലിന്റെ മതജീവിതത്തിലേക്ക്, ജൂദാദേശത്തിന്റെ മതജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് കാണുന്നു. മോവാബ്യരും അമ്മോന്യരും ഏദോമ്യരുമാവുന്നുള്ള എല്ലാ ജനതകളും ഒരു സുപ്രഭാതത്തിൽ കർത്താവിന്റെ മലയിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മിക്കാട് പുസ്തകത്തിലൊക്കെ, ഏശയ്യായുടെ പുസ്തകത്തിലൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു സാഹചര്യത്തെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത് മറ്റു ജനതകൾക്ക് കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് അത് ശിക്ഷണമാണ്. അവരും ഇസ്രായേലിനെ പോലും ജൂദായെ പോലും തിരികെ ദൈവസാന്നിധ്യത്തിലേക്ക് വരേണ്ടവരാണ് എന്നതിനെക്കുറിച്ചുള്ള ചിന്ത ഉണർത്തുന്നതാണ് ഈ ഭാഗം. അതുകൊണ്ടാണ് ഓറക്കിൾസ് ഓഫ് ഡൂം എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. നാശമാണെങ്കിൽ തന്നെയും
ഇവർ തിരികെ ദൈവത്തിന്റെ വാഗ്ദാന ദേശത്തേക്ക് വരാനുള്ളവരാണെന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത് ഓർമ്മിപ്പിക്കുന്നത് ഇസ്രായേലിന് കൊടുക്കുന്ന ഒരു വലിയ വാണിംഗ് ആണിത്. പ്രവാചകൻ പറയുന്നു, സഹിയോനിൽ നിന്നുകൊണ്ട് പ്രവാചകനായ ആമോസ് ജെറുസലേമിനോട് ഇസ്രായേലിനോട് പറയുകയാണ്, നോക്കുക, നിന്റെ അയൽവക്കക്കാരാണ് ഇവരെല്ലാം. ഏദോമ്യര് നിന്റെ അയൽവക്കമാണ്, മോവാബിര് നിന്റെ അയൽവക്കമാണ്, അമ്മോന്യര് നിന്റെ അയൽവക്കമാണ്, ഗാസ നിന്റെ അയൽവക്കമാണ്, ദമാസ്കസ്, ടയർ, ഇവരെല്ലാം നിന്റെ അയൽവക്കക്കാരാണ്. ഈ അയൽവക്കക്കാർക്ക് അവരുടെ പാപങ്ങളിൽ കടുത്ത ശിക്ഷ കിട്ടിയെങ്കിൽ ദൈവം നിന്നെ ഒരു കാരണവശാലും വിട്ടുകയില്ല. നിനക്കും അതുപോലെ തന്നെയുള്ള ശിക്ഷ ലഭിക്കും. വലിയൊരു ഉൾക്കാഴ്ച കൊടുക്കുകയാണ്. ഇസ്രായേലിന്റെ മതജീവിതത്തിന് ഇത്രമാത്രം ഉൾക്കാഴ്ച കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിനക്കും ഇതുപോലുള്ളൊരു ശിക്ഷ കിട്ടാൻ പോവുകയാണ്. കാരണം ദൈവമായ കർത്താവ് ഇതാ നിന്റെ മേൽ ശിക്ഷ നടപ്പാക്കാൻ പോവുകയാണ്. അതിനാൽ അനുദപിച്ച് തിരികെ വരിക. ഇതാണ് ഈ രണ്ട് മാനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ആമോസിന്റെ പുസ്തകത്തിന്റെ ഓറക്കിൾസ് ഓഫ് ഡൂമിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും പ്രതിപാദിക്കുക. ഓക്കെ, നമുക്കിനി ഒന്ന് രണ്ട് ഭാഗങ്ങൾ എടുത്തൊന്ന് വ്യാഖ്യാനിച്ച് നോക്കിയതിനു ശേഷം ഇതിന്റെ സമാപനത്തിലേക്ക് നമുക്കത് പ്രവേശിക്കാം. രണ്ടാമതായിട്ട് പറയുന്നത്, രണ്ടാമത്തെ ഗാസയെ കുറിച്ചുള്ള അദ്സ എന്ന ഹെബ്രായ വാക്കിൽ നിന്നാണ് ഗാസ എന്നുള്ള വാക്ക് കടന്നു വന്നിരിക്കുക. ഗാസയുടെ മതിൽമേൽ നയിക്കണം, ഏദോമിന് വിട്ടുകൊടുക്കാൻ വേണ്ടി ഒരു ജനത്തെ മുഴുവൻ അവർ തടവുകാരായി കൊണ്ടുപോയി. ഗാസ ചെയ്തതാണ്, ഫിലിസ്തീന് ചെയ്തതാണ്. ഏദോമിന് വിട്ടുകൊടുക്കാൻ വേണ്ടി ഒരു ജനത്തെ തടവുകാരായിട്ട് കൊണ്ടുപോയി. ഗാസയുടെ മതിൽമേൽ ഞാൻ അഗ്നി അയക്കും, അവളുടെ ശക്തി ദുർഗങ്ങളെ ഞാൻ വിഴുങ്ങിക്കളയും. വീണ്ടും ആ സ്ഥലത്തെ ഫിലിസ്തീനയുടെ ദേശത്തെക്കുറിച്ച് പറയുകയാണ്, അഷ്ദോദിൽ നിന്ന് അതിലെ നിവാസികളെ ഞാൻ വിച്ഛേദിക്കും, അഷ്കലോണിൽ നിന്ന് ചെങ്കോലെന്തുന്നവനെയും എക്രോണെതിരെ ഞാൻ കൈകൾ ഉയർത്തും, ഫിലിസ്തീനിൽ അവശേഷിക്കുന്നവർ നശിക്കും. ദൈവമായ കർത്താവ് അത് ചെയ്യുന്നു. എനിക്ക് ഏദോമിന് വിട്ടുകൊടുക്കാൻ വേണ്ടി ഒരു പറ്റം ആളുകളെ ഫിലിസ്തീന് കൊണ്ടുപോയ ഒരു സംഭവത്തെ ആധാരമാക്കി ഗാസയ്ക്ക് മാത്രമല്ല ആ ഫിലിസ്തീൻ സിറ്റികൾക്ക് മുഴുവനും ദൈവമായ കർത്താവ് ശാപം വർഷിക്കുകയാണ്. മറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവര് അവരുടെ അപജയങ്ങൾ മനസ്സിലാക്കി തിരികെ വരാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇത് ഒരു പാപമാണെങ്കിൽ ഇസ്രായേൽ ചെയ്തു കൂട്ടുന്ന ഇതിന്റെ ഇരട്ടി പാപങ്ങൾക്ക് നിനക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടും എന്നതിനെക്കുറിച്ചുള്ള സൂചനകളും ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇനി ടയർ എന്ന് പറയുന്ന ദേശം, വീണ്ടും 9-ാമത്തെ വാക്യം വരെ തുടങ്ങുക. ടയർ ആവർത്തിച്ച് ചെയ്ത തെറ്റുകളെ കുറിച്ച് വളരെ മനോഹരമായ ഭാഷയിലാണ് ഹെബ്രായ ഭാഷയിൽ പറയുന്നത്. അൽ ഷലോഷ് പിഷിയേ ദമേശക് വേ അൽ അർബായ ലോ അഷീവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, upon 3 transgressions and upon the 4 I will not revoke the punishment. 3ഉം 4ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 7 കിട്ടും. അതിനെയാണ് ഇന്യൂമറബിൾ സിൻസ് എന്ന് പറയുന്നത്. ആവർത്തിച്ച് ചെയ്ത പാപങ്ങളെ കുറിച്ച് പറയുക. അങ്ങനെയാണ് ഇതിന്റെ ക്രമം ഇരിക്കുന്നത്. ആവർത്തിച്ച് ചെയ്ത പാപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്യൂമറബിൾ സിൻസ്, അവൻ ചെയ്തു കൂട്ടിയ പാപങ്ങളെ കുറിച്ച് പറയുകയാണ്. ടയർ ഒരു കാലഘട്ടത്തിൽ ഇസ്രായേലിന്റെ ശത്രുക്കളായിരുന്നു. പിന്നീടാണ് മിത്രങ്ങളായിട്ട് മാറുന്നത്. സാമുവേലിന്റെ 2-ാം പുസ്തകത്തിന്റെ 8-ാമത്തെയും 9-ാമത്തെയും 10-ാമത്തെയും അധ്യായങ്ങളില് ഈ ദാവീദ് രാജാവ് പല രാജ്യങ്ങളുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നതും ടയർ എന്ന് പറയുന്ന രാജാവിനുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ട് സന്ധി സംഭാഷണം നടത്തുന്നതും ഒക്കെ കാണാൻ പറ്റും. ഇതെല്ലാം ഇസ്രായേലിന്റെ ചുറ്റുവട്ടത്തിൽ കിടക്കുന്നതാണ്. ടയർ എന്ന് പറയുന്നത് സീദോൺ എന്ന് പറയുന്ന പ്രദേശങ്ങൾ ഈ മെഡിറ്ററേനിയൻ കടലിന്റെ നോർത്തേൺ പ്രദേശത്തുള്ള മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ആ പ്രദേശത്തുള്ള ആളുകള് അവിടെയാണ് സീറോ ഫിനീഷ്യ എന്ന് പറയുന്ന പട്ടണം കടന്നു വന്നിരിക്കുന്നത്. കാനാൻകാരി സ്ത്രീയുടെ പട്ടണം, ജസബൽ എന്ന് പറയുന്ന വ്യക്തി കടന്നു വന്നിരിക്കുന്ന അവിടെ നിന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലം ആദ്യകാലത്ത് ഇസ്രായേലിന്റെ ശത്രുവായിരുന്നെങ്കിൽ
പിന്നീട് ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് സോളമൻ രാജാവിൻ്റെ ദേവാലയം പണിയിച്ചപ്പോൾ ടയറിലെ രാജാവാണ് യഥാർത്ഥത്തിൽ ധാരാളമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തതെന്നൊക്കെ വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിക്കോണം, അവർ ജനത്തെ മുഴുവൻ ഏദോമിനെ ഏൽപ്പിച്ചു കൊടുത്തു, സാഹോദര്യത്തിന്റെ ഉടമ്പടി അവർ ലംഘിച്ചു. അവരുടെ ജീവിതത്തിൽ കാണുന്ന ഏദോമിനൊരു ജനതയെ ഏൽപ്പിച്ചു കൊടുത്ത് സാഹോദര്യത്തിന്, അപ്പം നോക്കിക്കോണം, ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോയപ്പോൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന അതിക്രമങ്ങളെയും അവരുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന അനീതികളെയും കുറിച്ചുള്ള സൂചനകളാണ് യഥാർത്ഥത്തിൽ ഈ തിരുവചന ഭാഗത്ത് കൊടുത്തത്. അവർക്കും കഠിനമായിട്ടുള്ള ശിക്ഷകൾ ഉണ്ടാകുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതിനോട് ചേർത്താണ് അടുത്ത ഏദോമിനെ കുറിച്ച് പറയുന്നത്. ഏദോമിനെ കുറിച്ച് പറയുക. ഏദോം ആരാണെന്ന് നമുക്കറിയാം. ഏദോം ഏസാവിന്റെ മക്കളുടെ ഗണമാണ്. ഏദോമ്യര് താമസിക്കുന്നത് സദേൺ മോസ്റ്റ് ഭാഗത്താണ്, ഇസ്രായേലിന്റെ സദേൺ മോസ്റ്റ് ഭാഗത്താണ്. അവിടെയാണ് സൈർ മരുഭൂമി എന്ന് പറയുന്ന മരുഭൂമി. ആ ഏദോം ആവർത്തിച്ച് ചെയ്ത പാപങ്ങൾ എന്ന് പറയുമ്പോൾ ധാരാളം പാപങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നതിനെ കുറിച്ച് നല്ല സൂചനകളാണ് നമുക്ക് നൽകുക. പഴയ നിയമ ചരിത്രത്തിൽ എടുത്തു നോക്കിക്കഴിയുമ്പോൾ കാദേശ് ബെർണയിൽ നിന്ന് ഇസ്രായേൽ ജനം യാത്ര തിരിക്കുന്ന അവസരത്തിലാണ് ഏദോം എന്ന് പറയുന്ന ദേശത്തൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നതും അതിലേക്കൂടെ പോകാനും വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നു. അവിടെ വെച്ച് ഏദോമ്യരോട് പറയുക, നിന്റെ ജനം വരികയെന്ന്, നിന്റെ സഹോദരന്മാർ വരുന്ന യാക്കോബ് പറഞ്ഞപ്പോൾ പറയുകയാണ്, പറ്റില്ല, ഈ സഹോദരന്മാർ ഇതിലേക്കൂടെ പ്രവേശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ പോകുന്ന വഴികളൊക്കെ നമ്മൾ സംഖ്യയുടെ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് ഏദോമിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ കടന്നു വരിക. അതുപോലെ തന്നെ ഏദോം ചെയ്ത ഏറ്റവും വലിയ പാപം സെദക്കിയായുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പാപമാണ്. ജൂദാദേശക്കാര് ബാബിലോൺകാരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കടന്നു വരുന്ന അവസരത്തിൽ ബാബിലോൺ രാജാവിന് ജൂദാദേശത്തെ ഒറ്റിക്കൊടുത്ത വ്യക്തിയും കൂടിയാണ് ഏദോം. അദ്ദേഹത്തിന്റെ ആ ഒരു ചരിത്രവും അവിടെ നിന്ന് കടന്നു വരുന്ന സംഭവങ്ങളും ഒക്കെ ഒബദ്യായുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പല മോവാബ് ദേശക്കാരുടെ പാപവും അമ്മോന്യരുടെ പാപവും ഒക്കെ അവതരിപ്പിക്കുന്നതിലൂടെ ഇസ്രായേൽ ജനത്തെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ജനം പാപം ചെയ്തതുപോലെ നീയും പാപം ചെയ്തിരിക്കുന്നു, ആകയാൽ നിനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ ഈ ജനത്തിനോടൊപ്പം ഉള്ള ശിക്ഷയായിരിക്കും എന്നതിനെ കുറിച്ചുള്ള സൂചനകൾ നൽകുകയാണ് ഈ ഓറക്കിൾസ് ഓഫ് ഡൂമിലൂടെ. ഇനി വരുന്ന ഭാഗങ്ങൾ അടുത്ത പ്രാവശ്യത്തിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. അടുത്ത പ്രാവശ്യം നമ്മൾ കാണാൻ പോകുന്നത് മോവാബിന്റെ പാപം, അതുപോലെ തന്നെ അമ്മോന്യരുടെ പാപം, ജൂദായുടെ പാപം, ഇസ്രായേലിന്റെ പാപം. ഇതെല്ലാമാണ് അടുത്ത പ്രാവശ്യം നമ്മൾ കാണുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.